യൗമാനത്തിന് തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണോ? എന്ത് അല്ല, ഒന്നിനും വേലയും കൂലിയൊന്നും ഇല്ലല്ലേ? ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ? അങ്ങനെയൊന്നും പറയാതോ, അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ? വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തില് നാളെ തരാം, നാളെ തരാം, നാളെ തരാം, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാം. ഒലത്തി നാളെ നമതി. എന്താണത്? ഇത് നിങ്ങൾ റെസ്റ്റ് എടുക്കാം, അവന്മാരിക്കട്ടെ. ഓടണൊക്കെ പോലീസേ. വേണ്ട വേണ്ട, ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. ഞാൻ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ ഡേ കുടുംബാറെ, നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോന്ന്? ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. ഇപ്പൊ തന്നെ തലവര തെളിഞ്ഞു. കമലിന്റെ പടത്തിൽ നായകനായി അഭിനയിച്ച നീ രക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ നായിക കെട്ടിക്കൊണ്ട് പോടേ. ആ, ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യർ. I warn you, ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല. ഇനി സമയമുണ്ട്. ഇവളൊക്കെ ഓമാരാരുടെ ആമാറോ പീസ. ഹലോ ഹലോ. അയ്യോ രാഖി. അതെ, ഒരാള് മാത്രം കെട്ടിയാ മതി കേട്ടോ. വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ. അടിയോ, അവിടെ ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ, ഒരു സേഫ്റ്റിക്കാണ്. ഓടാ പറ്റും. എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളൂ. ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ്. ഈ വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ്. ശിവേട്ടനുണ്ടാവണം. എന്റെ രാഖി ബ്രദറായിട്ട് അല്ല, സ്വന്തം ബ്രദറായിട്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. വരില്ലേ? കൺഗ്രാറ്റ്സ്. Come on, Shweta. നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. I hate you. Don't overdo it, Shweta. Bye. And thank you. എന്നാലും നിന്റെ മാരേജിന്റെ കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് കരിഷ്മ മേനൻ. She always gives you a surprise. ഒരു വാക്ക് പറയണം, അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം. നിർത്തണേ അണ്ണാ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം. പോയൊരു സമ്മാനവും കൊടുക്കണം. എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്ന് പറയടാ. അണ്ണാ, നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെന്റ് അടിക്കാടാ. നിന്റെ അച്ഛൻ ചത്ത. അണ്ണാ ഇങ്ങോട്ട് നോക്ക്. സങ്കടമൊക്കെ എല്ലാവർക്കും വരും. എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ ഇതാ നോക്ക്, ഈ കടവിൽ ഒന്ന് നിൽക്കൂ. എന്നിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ, എന്നിട്ട് ഒറ്റ ചാട്ടം. ഇവിടെയൊക്കെ ആരാണാ ഒരു കുളു കുളിച്ച അങ്ങ് കാളാണാ. ഇന്ന് കുളിച്ചിട്ടല്ലേ ബാക്കി കാര്യം. ശിവൻകുട്ടി അണ്ണാ,
നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സേലത്ത് നിന്ന് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഒരേ ഡാൻസും പാട്ടും. ഇത് എന്തൊരാൾക്കാരെന്തോ. ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം. സങ്കടവും ദുരന്തവും സന്തോഷവും ഒക്കെ ഒരു ആഘോഷമാണ്. എടാ ജാങ്കോ, ചിന്ന വാടാ. താങ്ക് യു. ചെല്ലണ്ണ. ഹലോ. ഹലോ. നന്നായി വരട്ടെ. ഹലോ. പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോ പൂമരം കൊണ്ട് തന്നവന, മുങ്ങിക്കുളിക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നിപ്പുഴ വെട്ടി തന്നവന. അക്കരെ നിന്നോ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണെ, നീ എന്നെ മറന്നില്ലേ. അവനിക്കരെ വന്നപ്പോ ആരാ? അമ്മ, അമ്മ. വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. അച്ഛൻ. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കേ. മരണത്തിൻ്റെ തീയ് അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കേ. നീ അമ്മ അകത്തേക്ക് കൊണ്ടുപോ. ശിവ, ഇന്നേക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരു അസുരൻ നിന്നെ തേടിയെത്തും. ഇവിടെ കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്കുക. പാതി അവൻ ചെയ്യും, 2-ാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹീയത്തിന് ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്കുക. അമ്മ, ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. ഇനിയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. അച്ഛാ, വിജയം നിനക്കാണോന്ന് അറിയില്ല. ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും.
എന്താ എന്താടാ? അണ്ണാ ചതിച്ചി. ആരാ? എന്താ മക്കളെ? അത് ഒന്നുമില്ല, ഒരു കാര്യം പറയാൻ. ഇത്തിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. എനിക്കും കൂടെ എടുത്തോ. അണ്ണാ ചതിച്ചു. അവൻ വരണം. ഭാസ്കരൻ വരണം. ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ. പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15 അവൻ പുറത്തിറങ്ങും. 7 ദിവസത്തെ പരോളിൽ. അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ്. അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏതു മാളത്തിപ്പ് വിളിച്ചാലും കാച്ചും എന്നാണ് പറഞ്ഞേക്കണത്. തീയതി എത്ര? ജൂലൈ 7. ഇന്നേക്ക് 39-ാം ദിവസം. 39-ാം ദിവസം. നേരത്തെ വിട്ടു. കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. എടാ കൊടുമ്പാറേ, നിങ്ങൾ ശിവൻകുട്ടിയുടെ വീട്ടിൽ പോയി അവനെ പൊക്ക്. ഞാൻ എപ്പോഴത്തെ വണ്ടി റെഡിയാക്കാം. തൽക്കാലം നമുക്ക് അവനെ എവിടെയെങ്കിലും മാറ്റാം. നീ വേഗം പോ. വേഗം വേഗം പോ. എന്താ വാസു? മാമിയെ ശിവൻകുട്ടിയാണോണ്ടാ? അവൻ എങ്ങോട്ടോ പോയി? എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ വരണമെന്ന്. അയ്യോ, ഞങ്ങളെ നോക്കിയിട്ട് വരാം. പെട്ടെന്ന് വരാം. സുധിയേ, സുധിയേ, എന്താ എന്ത് പറ്റി? ഭാസ്കരൻ നേരത്തെ ഇറങ്ങി. നീ മുക്കിലേക്ക് ഇറങ്ങി. ഞങ്ങൾ അണ്ണനെ വിളിച്ചോണ്ട് വരാം. അണ്ണാ, അണ്ണാ. എന്താ? അതെ, ഒന്ന് വേഗം വന്നേ. എന്താ? ഭാസ്കരൻ വന്നു. ആ, കേറ്, വേഗം കേറ്. ഇതെവിടെ പോയി കിടക്കുക നിങ്ങൾ? ഇങ്ങോട്ട് കേറണ്ട. അണ്ണാ പെട്ടെന്ന് സ്റ്റാർട്ടാക്ക, വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടിവിയുടെ ദും തരികിടത്തോന്ന് പറഞ്ഞ പ്രോഗ്രാമാ. സാറിങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി. എടാ ഒരു തമാശ. അണ്ണാ, അണ്ണ സമ്മാനമുണ്ട്. ഒരു ചാക്കരി, 3 സോപ്പ്, 4 ചിപ്പോ. അണ്ണ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ള. ഇനി വേറെ വല്ല ക്യാമറ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ? ഇല്ലല്ലോ. നീ എന്റെ അമ്മയെ കണ്ടോ? ഇത് കേട്ടാ ചിലപ്പോ ഒരു ചങ്കൂട്ടി ചത്തു. അവർക്ക് വായിക്കാരിടാനാണോടാ നിന്റെ ഈ ഒരു ചാക്കാരി? അയ്യോ അല്ല. നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ചിരിക്കടാ, ചിരിക്കേ. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞ് ചാവണം കാത്തിരിക്കുക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ. ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ്. ആണെങ്കിൽ ഈശ്വര കൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം, തിരുവാതിര നക്ഷത്രം, പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ഷായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്.
പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക, വേണ്ട, ഒന്നും വേണ്ട, ധൈര്യം കളയണ്ട, പോയി വരൂ. വാ. നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തിക്കണത്. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീപ്പെട്ടി ഉണ്ടോ? ഇത് ചോദിക്കാൻ എവിടം വരെ കൊണ്ടുവന്നേ? ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ? ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടിറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്താ. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവനിനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തോണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല. സിനിമ കഥ പറയാതെ കാര്യം പറ. അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പുള്ളൊരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം. എന്താ വേണ്ടേ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും. ആര്? കേട്ട് കാണും, സൈപ്പർ ആൻഡോ. ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, ഈ പറഞ്ഞ ഭാസ്കരന്റെ 2 എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞു കൊടുത്തില്ലേ പുള്ളി. ഭാസ്കരന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് ആൻഡോയാ. ഒളിവില താവളം മാരിക്കറിയാം, മാരിക്ക് മാത്രം. ആലോചിച്ചിട്ട് പറ, മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും. പോക്കറ്റ് കീറും, പക്ഷെ തല കഴിച്ച് തന്നെ കാണും.